ഒടുവിൽ പ്രേക്ഷകർ നമ്മുടെയൊക്കെ ആഗ്രഹം പോലെ നമ്മുടെ രാധികാമ്മയുടെ ആ ഒരു കള്ളച്ചതി നമ്മുടെ ഗോവിന്ദും നമ്മുടെ പ്രിയയും കൈയോടെ പൊക്കിയിരിക്കുന്നു. അതേ പ്രേക്ഷകരെ നമുക്ക് ഇന്നത്തെ പ്രൊമോയിൽ കാണുവാൻ സാധിക്കും. നമ്മുടെ പ്രിയമോളുടെ ആ ഒരു ചടങ്ങൊക്കെ നടക്കുകയായിരിക്കുമല്ലോ. അതിനിടയിൽ നമ്മുടെ രഞ്ജു കടന്നു വരുന്നുണ്ട്. അപ്പോൾ രഞ്ജുവിൻ്റെ അടുത്ത് നമ്മുടെ പ്രിയമോൾ ഇങ്ങനെ ഭയങ്കരമായിട്ട് ചൂടാവുന്നുണ്ട് കേട്ടോ. നിങ്ങൾ ആരാണ് ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ചതെന്നൊക്കെ ചോദിച്ചിട്ട് ഭയങ്കരമായിട്ട് ചൂടാവുന്നുണ്ട്. എന്നുവെച്ചാൽ നിലവിൽ നമ്മുടെ പ്രിയയുടെ ഏറ്റവും വലിയ ശത്രുവാണ് രഞ്ജു. അപ്പം അങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ ഗീതു ആയിരിക്കും എന്നാണ് എല്ലാവരുടെയും വിചാരം. അപ്പം നമ്മുടെ ഗീതുവിൻ്റെ മേത്തോട്ടാണ് കേട്ടോ നമ്മുടെ ഗോവിന്ദും പ്രിയയും ഒക്കെ ചാടിക്കയറുന്നത്. അപ്പം നമ്മുടെ ഗീതു പറയുന്നുണ്ട്, ഞാനൊരിക്കലും വിളിച്ചിട്ടില്ല, അത് രാധികാമ്മയുടെ പണിയാണെന്നൊക്കെ പറഞ്ഞ് രാധികാമ്മയുടെ പേര് പറയുന്നുണ്ട്. അപ്പോൾ രാധികാമ്മ ആദ്യം ഒന്ന് തപ്പുന്നെങ്കിലും രാധികാമ്മ പിന്നീട് സമ്മതിക്കുന്നുണ്ട്, ശരിയാണ് ഞാനാണ് വിളിച്ചതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ശേഷം നമ്മുടെ പ്രിയയും അമ്മയും നമ്മുടെ രാധികാമ്മയും ഗോവിന്ദും തമ്മിലൊരു മുട്ടൻ തർക്കം തന്നെ അവിടെ നടക്കുന്നുണ്ട് കേട്ടോ. ശേഷം നമ്മുടെ ഗോവിന്ദ് ഒരു പാട്ടൊക്കെ പാടി ആ ഒരു പരിപാടിയുടെ ഒരു മൂടൊക്കെ തിരിച്ചു പിടിക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും ഈ ഒരു പ്രൊമോയിൽ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും തന്നെ ഇല്ലയെന്ന് പറയാം. കാരണം എന്ന് വെച്ചാൽ രഞ്ജു വരുന്നത് അവർ കുറച്ച് പ്രശ്നമാകുന്നത്, പിന്നെ അത് സോൾവ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. പ്രത്യേകിച്ചൊന്നും തന്നെ ഇല്ല. ഇനി ഈ ഒരു പരിപാടി ഇനി എത്ര ദിവസം വലിച്ചു നീട്ടുമോ ആവോ, അധികം വലിച്ചു നീട്ടാതെ നിർത്തുകയാണെങ്കിൽ നമുക്ക് പ്രേക്ഷകർക്ക് ഇച്ചിരി കൂടെ നല്ലതായിരിക്കും അല്ലേ. എന്തായാലും കാത്തിരിക്കാം. നമ്മുടെ ഗീതുവിൻ്റെയും ഗോവിന്ദിൻ്റെയും ജീവിതത്തിലെ ആ ഒരു മാറ്റങ്ങളാണ് നമുക്ക് അറിയേണ്ടത് അല്ലേ പ്രേക്ഷകരെ. എന്തായാലും നമുക്ക് കാണാം. അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.